4.5 വർഷത്തിന് ശേഷം യൂട്യൂബ് ചാനലിൽ നിന്ന് എണിച്ച് കിട്ടിയിരിക്കുകയാണ്. ക്യാഷ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി നമ്മളെ ബാബുക്കാനൊക്കെ ഒരിക്കലും നമ്മൾ മറക്കരുത്. മെയിൻ തിങ് വീഡിയോസ് ഇടലാണ്. പ്രവാസി വെരി ഡിഫിക്കൽട്ട്. എപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഫിഷിംഗ് ഇല്ല. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ റാഷിദ്. വെൽക്കം ടു RBR ക്രിയേഷൻസ്. ഈ വീഡിയോ ഇടാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മളെ ഫസ്റ്റ് യൂട്യൂബ് ഏർണിങ്സ് വന്നിരിക്കുകയാണ്. അതിന് കാരണം നിങ്ങളാണ് ബോയ്സ്. 4.5 വർഷം വെയിറ്റ് ചെയ്തു. 4.5 വർഷം. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നമ്മൾ ഒരിക്കലും തോന്നെ പൈസ വാരണം എന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. ജസ്റ്റ് നമ്മളെ ഒരു പാഷൻ്റെ പുറത്ത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ക്രിക്കറ്റാണ്. അത് കഴിഞ്ഞ നെക്സ്റ്റ് ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതേമാതിരി ഒരു വ്ളോഗർ ആകണമെന്നുള്ള ഒരു ആഗ്രഹം. എന്താ വെച്ചാൽ ചെറുപ്പം ആദ്യം മുതലേ നമുക്ക് ഫോൺ കിട്ടുമ്പോൾ അതിൽ തോന്നെ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ ചെയ്ത് നടന്നിരുന്നു. അപ്പോൾ യൂട്യൂബൊക്കെ വന്നപ്പോൾ അതൊരു വേറെ ലെവലിലേക്ക് മാറിയപ്പോൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഏർണിങ്സ് ഇതിനൊരു പാർട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇതിൽ നമുക്ക് കുറച്ച് എക്സ്പെൻസുകൾ, നമ്മൾ സാധനങ്ങൾ വാങ്ങാനും, നമുക്ക് ഒന്ന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകാനും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളെ എക്സ്ട്രാ എന്തെങ്കിലും ഇതിന് കിട്ടുമ്പോൾ അതിൻ്റെ വഴിക്കായിട്ട് തന്നെ പോകല്. അപ്പം അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബ്. 4.5 വർഷമായി. സ്റ്റാർട്ടിങ് കണ്ടിന്യൂസ് ആയി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. സ്റ്റാർട്ടിങ് ഫിഷിംഗ് വീഡിയോ ആണ് ചെയ്തത്. ഫിഷിങ്ങും കുക്കിങ്ങും നമ്മളെ ഫ്രണ്ട്സുകൾ തോന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് നമ്മളെ പണ്ടത്തെ റൂമിലെ എസ്പെഷ്യലി നമ്മളെ ബാബുക്കാനൊക്കെ ഒരിക്കലും നമ്മൾ മറക്കരുത്. ബാബുക്കൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ തോന്നെ സഹായിച്ച ആളാണ്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഫിഷിങ്ങും അതേമാതിരി കുക്കിങ്ങൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ചാനലായിരുന്നു. പിന്നെ അതിന് ശേഷം ക്രിക്കറ്റ് വീഡിയോസ് വന്നു. അതൊക്കെ കാരണം എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയി വീഡിയോ ഇട്ട് നമ്മൾ 7.5-8 മാസം കൊണ്ട് നമ്മൾ മോണിറ്റൈസേഷൻ നമ്മളെ ക്രൈറ്റീരിയ പാസ്സായി, നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയി. പിന്നെ അതിന് ശേഷമാണ് വീഡിയോസ് കുറഞ്ഞത്. കാരണം പിന്നെ കൊറോണ വന്നതിന് ശേഷം കുറച്ച് ലാഗായി. അതിനുശേഷം ജോബ് മാറി. അതിനുശേഷം ഞാൻ നിന്നുകൊണ്ടിരുന്ന റൂമിൽ നിന്ന് മാറി. തോനെ കാര്യങ്ങൾ അതിനിടത്ത് നടന്നു. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് 2-3 സർജറി കഴിഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ഒരു ഗ്യാപ്പുകൾ എപ്പോഴും എൻ്റെ ചാനൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് നമ്മൾ ആ ക്രൈറ്റീരിയ ഏത് ഏർണിങ്സ് റിസീവ് ചെയ്യാൻ നേരം വൈകുന്നത് തന്നെയാണ് എനിക്കറിയാം. അതന്നെയാണ് അതിൻ്റെ കാരണം. എന്നിട്ട് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്ത് തോന്നെ ആൾക്കാരുണ്ട്. അതേമാതിരി നമ്മളെ ചാനലിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് ഇപ്പോൾ ഫിഷിംഗ് വീഡിയോസ് ഇടാറില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് വീഡിയോ ഇടാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ ആൾക്കാർ പലതും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് അവർക്കും കൂടിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ 2024 നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഏർണിങ്സ് റിസീവ് ആയി ഈ വർഷം. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഒരു ഫസ്റ്റ് ഏർണിംഗ് മാത്രം ആവരുത് എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട്. ഇനി കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടണം എന്നുള്ളൊരു വലിയൊരു ടാസ്ക് ഉണ്ട്. അത് എന്തായാലും ചെയ്യണം തന്നെയാണ് ആഗ്രഹം. അതിന് തോന്നെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ തിങ് വീഡിയോസ് ഇടലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഇടലാണ്. അതേമാതിരി വീഡിയോ എടുക്കുമ്പോഴുള്ള പോരായ്മകൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ കമൻസിൽ പറയുക. അതൊക്കെയാണ് ഒരു മുന്നോട്ട് പോകാൻ. എന്താ വെച്ചാൽ നമ്മളെ വീഡിയോസ് ഒന്നും കൂടി നന്നാക്കി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഏക പ്രചോദനം, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളെ ഫ്രണ്ട്സുകൾ ഇതിന് ഇപ്പോൾ ഈ ഫസ്റ്റ് ഏർണിങ്സ് വന്നതിൽ അവർ തോന്നെ സഹായിച്ചിട്ടുണ്ട്. നമ്മളെ ഫാമിലി സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞങ്ങൾ ഫിഷിംഗ് ആയിരുന്നു, പിന്നെ അത് ക്രിക്കറ്റായി. ഇപ്പോൾ റീസെൻ്റായിട്ട് ക്രിക്കറ്റ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മളെ ഫുജേറ ഗ്ലാഡിയേറ്റേഴ്സ്, നമ്മളെ ടീം അംഗങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ടീം റാവൺസ്, അതിലുള്ള നമ്മളെ പ്ലെയേഴ്സ് എല്ലാവരും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെയാണ് FSK. ഇതൊക്കെ ഞാൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റ് ടീമാട്ടോ ഇത്. അപ്പോൾ ഇവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോരാത്ത നമ്മൾ ഫുജേറുള്ള മറ്റ് ക്രിക്കറ്റ് ടീംസൊക്കെ. അപ്പോൾ UAE-ലാണ് ഞാനിപ്പോൾ ഉള്ളത്. പ്രവാസി വെരി ഡിഫിക്കൽട്ട് എല്ലാത്തിനും. ചിലർക്ക് മാഷാഅല്ലാഹ് നല്ല അവസരങ്ങളൊക്കെ കിട്ടും, എൻ്റെ വീഡിയോസ് ഇടാനൊക്കെ ടൈം കിട്ടും. നമുക്ക് ഇപ്പോഴത്തെ എൻ്റെ ജോബിലനുസരിച്ചിട്ട് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്നാലും ഞാൻ മാക്സിമം
ചെയ്യുന്ന വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഫുള്ള് ക്രിക്കറ്റ് വീഡിയോസാണ്. അപ്പോൾ അതിൽ തന്നെ പുതിയ തോനെ സബ്സ്ക്രൈബേഴ്സും കിട്ടിയിട്ടുണ്ട്, തോനെ വ്യൂസൊക്കെ ഇപ്പോൾ പുതിയ കണ്ടന്റിൽ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ ചാനൽ ഇപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്. അവരെപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഫിഷിംഗ് ഇല്ല. ഫിഷിംഗ് ഇൻഷാല്ലാ നമ്മൾ ഗ്യാപ്പിൽ വരും. എന്തായാലും നമുക്ക് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ ഡേ ഫുൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്കെന്ന് വെച്ചാൽ ലീവ് കിട്ടണം. ലീവ് കിട്ടുന്ന ഗ്യാപ്പിൽ നമുക്കത് ചെയ്യാം. പിന്നെ മെയിനായിട്ട് ഫിഷിംഗ് പിന്നെ പോകാതിരുന്ന എൻ്റെ സർജറി കഴിഞ്ഞ വെച്ചാൽ കാലിന് സർജറി ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷം ഫിഷിങ് പോവൽ പട്ടയാൻ നിർത്തി. ഇനിയിപ്പോൾ അതിനൊക്കെ റിക്കവർ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഫിഷിംഗ് വീഡിയോസ് മാക്സിമം ഞാൻ ഇതിൽ നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തും. ഇൻഷാല്ലാ നിങ്ങളെ സപ്പോർട്ട് ഭയങ്കര ഒരു വലിയൊരു സംഭവമാണ് എല്ലാവർക്കും. ഈവൻ സോഷ്യൽ മീഡിയയിൽ ഉള്ളപ്പം എല്ലാവരും എന്താണ് സപ്പോർട്ട് ഉള്ളപ്പോൾ എല്ലാവരും പൊന്തി നിൽക്കും, സപ്പോർട്ട് ഇല്ലാത്തപ്പോൾ എല്ലാവരും താഴ്ന്നു നിൽക്കും. പക്ഷേ ഇതിനൊക്കെ ഒരു മാനദണ്ഡം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഇടുക എന്നാണ്. അത് എനിക്കറിയാം, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മളൊരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോകളോ ഒന്നുമല്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതിലുള്ള പോരായ്മകൾ നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് റെക്ടിഫൈ ചെയ്യുക. ഇതാണ് നമ്മളെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ പുറമെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയാണ്. അങ്ങനെ ഇപ്പോൾ കാര്യമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ പുതിയൊരു ഇയർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നല്ലൊരു വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ക്രിക്കറ്റ് വീഡിയോസാണ് പറഞ്ഞ മാതിരി ക്രിക്കറ്റ് വീഡിയോസാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള ചില സെറ്റപ്പുകളൊക്കെ എപ്പോഴും ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ ആയിട്ട് ഇനി നമ്മളെ ചാനൽ വന്നിട്ടുണ്ടാവും, വരും, ഓട്ടോമാറ്റിക് ഇനി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയ ബിഗ് താങ്ക്സ്. പ്രത്യേകിച്ച് എല്ലാവരും പേരും ഇപ്പോഴത്തെ സംഭവത്തിൽ എനിക്കൊന്നും കിട്ടണില്ല, അതുകൊണ്ടാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയ വലിയ ബിഗ് താങ്ക്സ്. ആൻഡ് നമ്മളങ്ങനെ ഫസ്റ്റ് ഏണിങ്സ് റിസീവ് ആയി. ഏണിങ്സിൻ്റെ എത്ര എമൗണ്ട് എന്നുള്ളത് എന്ന് റിവീൽ ചെയ്യാൻ എന്ത് ഒരു പ്രൈവസി പോളിസീൻ്റെ ഒരു പോളിസി ഭാഗമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഏണിങ്സ് എത്ര ഡോളർ ആയാലും കിട്ടുക എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത്ര ഡോളറെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ, സപ്പോർട്ട് ചെയ്യുക. അതേമാതിരി എന്ത് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. എന്തൊക്കെ നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ നിങ്ങളെ സജഷൻസുകൾ നന്നായിട്ട് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നമ്മളത് മാക്സിമം നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പം എന്താ സംഭവം, ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇനി മാക്സിമം വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി 2-3 വീഡിയോസെങ്കിലും ഇടാൻ ഞാൻ ശ്രമിക്കും. അത് മാക്സിമം ക്രിക്കറ്റ് വീഡിയോസ് ആയിരിക്കും. കൂടുതലും അതിനായിട്ടാണ് ചാൻസ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതാണ് നടക്കുക. പക്ഷേ ഫിഷിംഗ് നമ്മൾ ഡ്രോപ്പ് ചെയ്യണില്ല, ഫിഷിംഗ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 4.5 വർഷത്തിന് ശേഷം യൂട്യൂബ് ചാനലിൽ നിന്ന് ഏണിങ്സ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിന് വലിയ ബിഗ് താങ്ക്സ് ഫോർ മൈ സപ്പോർട്ടേഴ്സ്. സോ ഇറ്റ്സ് മീ റാഷിദ്. താങ്ക് യു ഫോർ വാച്ചിങ് RBR Creations. See you in the next video. Bye.